നമ്മള് ഇന്ത്യക്കാരായിട്ടുള്ള മനുഷ്യര് ആൾക്കാര് കൂടുതൽ ഊന്നൽ കൊടുക്കണത് മതങ്ങൾക്ക്, അല്ലെങ്കിൽ ഹിന്ദു മതം, അല്ലെങ്കിൽ ഇസ്ലാം മതം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതങ്ങൾക്ക് ഊന്നൽ കൊടുക്കണു. അങ്ങനെ നമ്മുടെ തന്നെ രക്തബന്ധം നമ്മൾ മറന്ന് നമ്മൾ ജീവിക്കണു എന്നുള്ളതാണല്ലോ പറയണത്. രക്തബന്ധം മറക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. എല്ലാവരും ഈ ഹിന്ദു ആവാനോ ക്രിസ്ത്യാനി ആവാനോ മുസ്ലിം ആവാനോ വിളിക്കപ്പെട്ടവരല്ല. മനുഷ്യര് ദൈവത്തിന്റെ മക്കളായിട്ട് സ്വയം കണ്ടെത്തി ദൈവമക്കളെ പോലെ ജീവിച്ച് നല്ല മനുഷ്യരാവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളാണ് ഈ പല മതത്തിന്റെ ഭാഗമായിട്ട് മതത്തിന് നമ്മൾ കണ്ടമാനം പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് മനസ്സു പങ്കുവെച്ചു. മണ്ണും മനസ്സും പിന്നെ നമ്മുടെ രക്തബന്ധം മറക്കും. ഇതൊക്കെ മറന്നിട്ടാണ് മനുഷ്യരുടെ ജീവിതം. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ളതിന് 10 കൊല്ലാണ് പറഞ്ഞത്, ചിലപ്പോൾ 12 കൊല്ലം. ഇപ്പൊ +2+1 ഉണ്ടല്ലോ, നമ്മുടെ സമയത്ത് ഉണ്ടായില്ല. ഇതൊക്കെ പറഞ്ഞാലും പിന്നെ ജീവിതത്തിലേക്ക് വരുമ്പോ ഈ പറഞ്ഞതും പ്രതിജ്ഞ ചെയ്തതും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നീ ഹിന്ദു, ഇപ്പൊ കുഞ്ഞു പിള്ളേര് സ്കൂളിൽ ചോദിക്കുന്നുണ്ട്, നീ അമ്പലാണോ നീ പള്ളിയാണോ? ചെറിയ പിള്ളേര് ചോദിക്കുന്നത് അമ്പലാണോ പള്ളിയാണോ. അപ്പൊ അവരുടെ ചെറുപ്പത്തിലെ അവര് അതങ്ങോട്ട് സെറ്റായി വരികയാണ്. അവരുടെ കോൺഷ്യൻസ് സെറ്റായി വരികയാണ്. അപ്പൊ ആ മതത്തിലെ സങ്കല്പങ്ങളുടെ ദൈവങ്ങള്, മതം ഉണ്ടാക്കി വെച്ചേക്കുന്ന ദൈവങ്ങള്, മതം പറയുന്നുണ്ട് നമ്മള് നന്മയിലേക്ക് ഒരുപാട് ആത്മീയതയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മള് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഭാഗമായി നിൽക്കാൻ പാടില്ല, മതത്തിന്റെ ഭാഗമായി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. കാരണം ഒരു കോഴിമുട്ട എടുക്കുക, ആ കോഴിമുട്ടയുടെ ഉള്ളില് കോഴിക്കുഞ്ഞുണ്ടല്ലോ, അതിന് കിട്ടണത് എന്താണ്? സേഫ്റ്റി, സംരക്ഷണം ഒക്കെ അതിന്റെ ഉള്ളിൽ കിട്ടുന്നത്. അതൊരു സമയം വരെയാണ്. ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാല് ഈ മുട്ടത്തോട് പൊട്ടണം. മുട്ടത്തോട് പൊട്ടി ഈ കുഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ചിക്കി മാന്തി അതിന് തീറ്റ തേടി സ്വയം ജീവിക്കാനും കണ്ടെത്താനും ആ കോഴിക്കുഞ്ഞ് അങ്ങനെ ശ്രമം നടത്തണു. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ വിദ്യാഭ്യാസം കൊണ്ടും നമ്മുടെ അനുഭവം കൊണ്ടും അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ എങ്ങനെയാണോ കോഴിക്കുഞ്ഞിന്റെ മുട്ടത്തോട് പൊട്ടിപ്പോയത് അതുപോലെ മതം പൊട്ടിപ്പോണം. ആ പൊട്ടിപ്പോയില്ലെങ്കിൽ ഈ കോഴിക്കുഞ്ഞിന് വളരാനോ തീറ്റ തേടാനോ സ്വയം വളരാനോ കണ്ടെത്താനോ സ്വയം മനസ്സിലാക്കാനോ ഞാൻ കോഴിക്കുഞ്ഞാണ്, ഇതൊന്നും സാധ്യമല്ല. ഈ മുട്ടത്തോടിന്റെ ഉള്ളിലിരിക്കും. അത് പൊട്ടണം. അപ്പൊ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങള് ഇതാണ്. പക്ഷെ അത് സഹായമാണ്, ഒരു പരിധി വരെ അത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇല്ലാന്ന് പറയും നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ ആകാശത്തൊന്നും ഉരുമെന്ന് ഇറങ്ങി വന്നത് ആരുമില്ല, ഉണ്ടോ? പക്ഷെ ഒരു പരിധി വരെ നമ്മൾ തന്നെ സഹായിക്കണം. എങ്ങനെയാണോ ആ മുട്ടത്തോട് ആ കോഴിക്കുഞ്ഞിന് സംരക്ഷണവും അതിന്റെ വളർച്ചയ്ക്ക് ഒരു ഘട്ടം വരെ അത് തന്നെയാണ് സഹായിക്കണേ, അല്ലെ? മുട്ടത്തോട് അതുപോലെ തന്നെ സഹായിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കുഞ്ഞ് മതം ആ മുട്ടത്തോട് അന്വേഷിച്ച് പോകാൻ പാടില്ല. ആ മതം അന്വേഷിച്ച് മനുഷ്യര് പിന്നെ പോയാൽ ആ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ മനുഷ്യർക്ക് സാധിക്കില്ല. പിന്നെ മതം തെരഞ്ഞാൽ ആ കോഴിക്കുഞ്ഞ് ഒരിക്കലും ആ പൊട്ടിപ്പോയ മുട്ടത്തോട് തേടുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ നമ്മളും വിളിക്കപ്പെട്ടവരാണ്. എല്ലാ മനുഷ്യരും സ്വയം കണ്ടെത്താനും വളരാനും കണ്ടെത്താനും ആ ഒരു അവസ്ഥയിലേക്ക്, ദൈവത്തിന്റെ മക്കളുടെ പോലെയുള്ള അവസ്ഥയിലേക്ക് വളരാനും വിളിക്കപ്പെട്ടവരാണ് ഓരോരുത്തരും.